ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ടാസ്കിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. കാരണം നമ്മളൊക്കെ ചിലപ്പോൾ ഇനി എന്ത് ചെയ്യും, കൂറനൊക്കെ മിസ് ചെയ്യും. മനസ്സിലാവില്ല. അപ്പം ഞങ്ങൾ കൂറനെ മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ചില ടാസ്കുകൾ എടുക്കാൻ പോവാണ്. അപ്പം ഇജ്ജ് മുന്നിലേക്ക് ഇരിക്കണമെന്നാ എന്നാ ഇജ്ജ് മുന്നിലിരുന്നു, എന്നിട്ട് അസറും നൂറിയും ബാക്കിലിരുന്നോളി. കറക്റ്റ് ആവും. അപ്പം എന്താ വെച്ചാല്, ഒരുപാട് കാലമായി ഓരോരുത്തർ നമ്മളോട് ഇങ്ങനെ പറയണേ കണങ്ങണേ പറഞ്ഞ കുറെ ആൾക്കാർ പറയലുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ മാറ്ററാക്കി എടുക്കലില്ല. ബിക്കോസ് വി ലൈക്ക് അവർ ഹോം സോ മച്ച്, വി ലവ് അവർ ഹോം സോ മച്ച്. നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ളതാണ് നമ്മളെ വീട്. കാരണം 2005 പണി തുടങ്ങി 2006 ആണ് നമ്മളെ വീട് നമ്മൾ കുടിയിരിക്കുന്നത്. അത് കുടിയിരുന്നതിന് ശേഷം എന്ത് ചെയ്തിട്ടില്ല ഇതുവരെ, അതിലൊരു ചേഞ്ചസും നോ ലിറ്റിൽ ചേഞ്ചസ്, ഒരു ചേഞ്ച് പോലും ആ വീട്ടിൽ വരുത്തിയിട്ടില്ല. അതായത് കഴിഞ്ഞ 20 വർഷമായിട്ട് എൻ്റെ വീട് സെയിം പോലെയാണ് പോണത്. പിന്നെ 2-3 വർഷം മുമ്പ് എന്ത് ചെയ്തു, ആൾക്കാരെ മൊത്തം കൊള്ളാത്തത് കൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ മേലക്ക് എടുക്കേണ്ടി വന്നു ഒരു 3 വർഷം മുന്നേ. അത് കറക്റ്റ് ഞാനും ഇപ്പച്ചി ഇമ്മച്ചി എല്ലാവരും കൂടി ഞങ്ങളെല്ലാവരും ഒത്തൊരുമയോടെ ആ വീട് മേലക്ക് എടുത്ത് മേലെ 3 റൂം ബിൽഡ് ചെയ്തു. പക്ഷെ അപ്പം ഇപ്പച്ചി ഇമ്മച്ചിയും കിടക്കണൊക്കെ സ്ഥലം വീണ്ടും എന്താണ് ലൈക്ക് ഒരു പഴയ ഏരിയ ആണ്. അതൊരു കൺസേൺ അല്ല, നമുക്ക് ഒരിക്കലും ഒരു കൺസേൺ അല്ല. പക്ഷെ എന്തായാലും ഒരു ചേഞ്ചിന് സമയമായി എന്ന് തോന്നുന്നു. അപ്പം എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ കുഴപ്പമില്ല, യു കണ്ടിന്യൂ. അപ്പം ചെറിയ ചേഞ്ചസ് വരുത്താന്ന് ഇങ്ങനെ തോന്നി, ചെറിയ ചെറിയ മാറ്റങ്ങൾ വീടിന്. അപ്പം അങ്ങനത്തെ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ആദ്യം തന്നെ നമ്മൾ വീട് പണി നടക്കണം. മേലക്ക് പണിയെടുത്ത ടൈമിൽ നമ്മൾ 1 വർഷത്തോളമാണ് ശരിക്കും പൊടി കാരണങ്ങൾ കൊണ്ട് മാറി നിൽക്കേണ്ടി വന്നത്. സോ അത് നല്ല റിസ്ക് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്, പൊടിയടിച്ച് മാറി നിൽക്കുക എന്ന് പറയുന്നത്. കാരണം ഞാൻ എൻ്റെ ഫീൽഡ് പർട്ടിക്കുലറായിട്ട് പാട്ടും പരിപാടിയൊക്കെ ആകുമ്പം എനിക്ക് അത്ര പൊടിയടിക്കണ ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല, ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പണി കിട്ടി. വീട് പണി നടന്ന ടൈമിൽ പലവിധം പൊടികൾ, മറ്റേ ആർക്കിടെക്റ്റിൻ്റെ പൊടി, ഇൻറ്റീരിയറിൻ്റെ പൊടി, മറ്റേ ഹോളോ ബ്രിക്സിൻ്റെ പൊടി, ടൈൽസിൻ്റെ പൊടി, എല്ലാ പൊടിയും കൂടി എനിക്ക് ബിയർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എന്ത് കരുതി, നമുക്ക് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, വീട് ചിലപ്പോൾ മാറി നോക്കാം. അതായത് പണി നടക്കുന്ന ടൈമിൽ അടിയത്തെ ഫ്ലോറിൽ പണി നടക്കുമ്പോൾ ഒരിക്കലും നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ കഴിയില്ല. കാരണം പിന്നെ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് മേലേക്ക് മാറണം. പക്ഷെ എന്നാലും നമ്മൾ വീടിൻ്റെ മേലെ നിൽക്കാൻ പറ്റില്ലല്ലോ, അടിയിൽ ഇറങ്ങി വരേണ്ട സിറ്റുവേഷൻസ് എപ്പോഴും ഉണ്ടാവും. അപ്പം പൊടി ചവിട്ടി നടക്കണ്ട വിചാരിച്ചിട്ട് നമ്മൾ വീട് മാറാന്നുള്ളൊരു ഹണ്ടിങ്ങിലേനി. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച 2 ആഴ്ചയായിട്ട് വീടുകൾ കുറേ നോക്കുന്നുണ്ട്. നമ്മളെ ഏരിയയിൽ കൂടെ നോക്കുന്നുണ്ട്, പുറത്തത്തെ ഏരിയയിലും നമ്മൾ വീട് നോക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇപ്പം നമ്മളൊരു വീട് നോക്കാൻ വേണ്ടി പോവാണ്. അത് എടുക്കോ ഇല്ല എന്നുള്ളത് നമുക്കറിയൂല. ഒരാളെടുക്കാൻ മറന്നു, വീട് എടുക്കോ ഇല്ലെന്ന് അറിയില്ലെങ്കിലും ഒരാളെടുക്കാൻ മറന്നു. ശംസുദാക്കാനൊന്ന് വിളിച്ചിട്ടേ ഇങ്ങോട്ടൊന്ന് വരാൻ പറയോ, ഇങ്ങോട്ട് ഈ വീടിൻ്റെ അവിടേക്ക് ഒന്ന് വരാൻ പറയും. നോക്കി വെച്ച വീടിൻ്റെ അവിടേക്ക് അല്ല ശംസുദാക്ക, അല്ല സ്പീക്കർ ഇട്ടില്ല. ശംസുദാക്ക വീടിന്റെ അവിടെ ഒന്ന് വരുമോ? ഞങ്ങള് നേരെ ഇങ്ങോട്ട് പോന്നേ, 6 മണിക്ക് ഒരു സ്ഥലം വരെ പോണം. അപ്പൊ വേഗം പോകുന്ന അതാ, അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഇവിടുന്ന് പിരിയും. ശംസുദാക്ക വേഗം പോരാണെങ്കിൽ സെറ്റായി. ഇതാ ശംസുദാക്ക വീട്ടിൽ നിന്ന് സ്കൂട്ടി എടുത്തോളി, സ്കൂട്ടി എടുത്ത് വന്നാൽ മതി. ഞങ്ങള് പുതിയ ആളാ, രാധേട്ടന്റെ അവിടെ. ഓക്കെ, സ്കൂട്ടി എടുത്ത് പോരി നൂറ. അപ്പം സൺകിസ്ഡാണ് ഞാനിപ്പോ ടൈമില്. അപ്പൊ നൂറൊക്കെ എന്താണ് ഈ ഒരു തീരുമാനത്തിനോട് തോന്നുന്നത്? പറയ്. എനിക്കിപ്പം ഞങ്ങളാണല്ലോ എൻ്റെ ആകെയുള്ള അയൽവക്കക്കാര്, ഇജാണ് എൻ്റെ ആകെയുള്ള അയൽവക്കക്കാര്. അപ്പം സ്വന്തമായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് പെങ്ങന്മാരില്ലെങ്കിലും എൻ്റെ പെങ്ങന്മാര് വേണമെന്നുള്ള എൻ്റെ ചിരകാല സ്വപ്നത്തിന് കുറച്ചെങ്കിലും ചിറകുകൾ ഏകിരുന്നത് ഇജാണല്ലോ. അപ്പൊ നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി എങ്ങനെ സഹിക്കും എനിക്ക് അറിയൂല കുറച്ച് ദിവസം. കാരണം അപ്പൊ എനിക്ക് എന്നോട് പറയാനുള്ളത്, സ്കൂൾ പൂട്ടാണെന്ന് ഞങ്ങളെ വീട്ടിൽ നിൽക്കണം എന്നാണ് എനിക്ക് എന്നോട് പറയാനുള്ളത്. പുതിയ വീട്ടില് പെരപ്പണി കഴിയണല്ലേ. എന്താ അന്റെ പിച്ചു വിടൂലേ?
ഇപ്പച്ചിക്ക് മന്ത്ലി റെന്റ് കൊടുക്കാം. അനക്ക് എത്ര രൂപ റെന്റ്? എത്ര കൊടുക്കാം അസറോ നൂറക്ക്? 1500 റുപ്യ മന്ത്ലി റെന്റ്. മന്ത്ലി റെന്റ് ഫുഡും എന്നാ എത്ര റുപ്യ? എന്നാ ഒരു 15 റുപ്യ. ഒരു 15,000 റുപ്യ എടുത്തൂടെ നൂറ? നൂറ ഒരു 15,000 റുപ്യ എന്ത് ചെയ്യാ മന്ത്ലി എന്റെ പെരയില് ഏൽപ്പിക്കാൻ നിക്കാണ്. ചെയ്താലോ? വേണ്ടേ? രാവിലെ വൈകുന്നേരം മാർക്കോനെ കൊണ്ടൊരു വാക്ക്. അതാണ് എന്റെ ദൗത്യം. ദൗത്യൊന്നുമില്ല, പെങ്ങളായി അഭിനയ. മാർക്കോ കൊറേ റണ്ണിങ് കൊണ്ട് നടത്തും. റണ്ണിങ് കൊണ്ട് മാർക്കോ റണ്ണിങ് ആവും. അപ്പം എന്ത് ചെയ്യണ്ട വെച്ചാല് വരിക 2 മാസം സ്കൂളിലല്ലോ. സ്കൂളിലല്ലോ. സ്കൂളുണ്ടെങ്കിൽ ജീവിക്കാനാവും. പക്ഷെ സ്കൂളില്ലാത്തപ്പോ എന്റെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. നമ്മൾ ഫുള്ള് പ്രൊഡക്റ്റ്, അതായത് ക്രോഷ ചെയ്യാനുള്ള ഫുൾ പ്രൊഡക്റ്റ് ഒരു റൂമിൽ നിറച്ചു തരും. പിന്നെ ഒരു റൂം ഫുള്ള് ആസ്തറ്റിക് ആക്കി തരും. പിന്നെ ഒരു ഫോണ് സപ്ലൈ ചെയ്യും. നിങ്ങൾക്ക് ആസ്തറ്റിക് റീലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അങ്ങനെ എല്ലാ വർക്കും എന്ത് ചെയ്യും നമ്മൾ ചെയ്യണതാണ്. എന്താ വേണ്ടി എങ്ങനെയും ചെയ്ത്. അപ്പൊ എന്തായാലും ഇങ്ങനത്തെ പിടിച്ചോട്ടാ. അപ്പൊ എന്തായാലും നമ്മള് സ്ഥലം വന്ന് പോയോക്കാണ്. എന്തായാലും എങ്ങനെയുണ്ട് പോയൊക്കെ അല്ലേ? സുഹൃത്തുക്കളെ, അസറു ഒരുപാട് കാലത്തെ ഒരു രഹസ്യം ഇന്ന് വന്ന് പൊളിച്ചിരിക്കുകയാണ് നാട്ടിലെത്തിയിട്ട്. അപ്പം കെൻസിന്റെ പാസ്പോർട്ട് നമുക്ക് കിട്ടിയിരിക്കണ്. അല്ല, എനിക്ക് ആദ്യം ഡൗട്ട് ഒന്നും തരോ. നോർമലി ഇപ്പൊ കേരള നമ്മളുടെ ഈ ഒരു നാട്ടിലുള്ള ആൾക്കാർക്ക് കെൻസ് വരുവേ കാരണം, എന്നാലും ഇവനിപ്പോ എങ്ങനെ പേര് വന്നു എന്നുള്ളത് ഡൗട്ട് ഉണ്ട്. ഇജ്ജ് പുറത്തെവിടെ? യൂറോപ്പിലോ സൗദിയിലോ? എന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചു എന്റെ പേര് എങ്ങനെ കെൻസ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞേ അവരൊക്കെ എന്റെ പേര് ഇഷാം കെൻസ് എന്നാണ് പറഞ്ഞു. ഇഷാം കെൻസോ നല്ല പേരാണല്ലോ പറഞ്ഞു. എന്നിട്ട് ഞങ്ങള് ട്രിപ്പ് ഉണ്ടല്ലോ, ട്രിപ്പ് പോണ ഗ്രൂപ്പില് ടിക്കറ്റും പാസ്പോർട്ടൊക്കെ ഗതികേട് കൊണ്ട് ഓൻ ഇടേണ്ടി വന്നു. ആ ഇട്ടതിന് ശേഷം നമ്മൾ കണ്ടെത്തിയൊരു സംഭവമാണ് ഇഷാം കെ. നമ്പർ കാണൂല. ഇങ്ങനെ വന്നു നമ്മളെ മറ്റേ ഐഡന്റിക്കൽ ഹിഷാം കണ്ണറമ്പത്തിട്ടോ. അപ്പൊ കെൻസിന്റെ ഐഡന്റിറ്റി വെളിവായി. വേണ്ട അത് കുഴപ്പമില്ല. ഓൻ പറയണ എന്താറോ, വീട്ടുപേരില്ലേ പേരന്റെ മതിലിന്റെ മുന്നിലൊക്കെ പൊട്ടിച്ചേക്കണ കെൻസ് മൻസിൽ, അതാണ് ഓന്റെ പേര് എന്നാണ് ഓൻ പറയണത്. കണ്ണറമ്പത്ത് ഹിഷാമാണ് കണ്ണറമ്പത്ത് വീട്ടുപേരല്ലേ വീട്ടുപേര് കണ്ണറമ്പത്ത് ഹിഷാം. എന്നിട്ട് നല്ല കെൻസ് അങ്ങനെ ഞാനും പേരിടാ. ഓന്റെ പേരിൽ ഇനീഷ്യൽ ഇട്ടതാണ് കെൻസ് എന്ന് പറയുന്നത്. നോർമലി പാസ്പോർട്ടിൽ ഇപ്പൊ ഇനീഷ്യൽ തന്നെ അല്ലേ ഇത് വരിക, കണ്ണറമ്പത്ത്. അപ്പം നല്ല പ്രകൃതി രമണീയായ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഒരു ലൊക്കേഷൻ നോക്കുന്നത് കേട്ടോ. ഇത് കൺഫേം ആവോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് മാങ്ങകൾ കാണാം. വലിയ മാങ്ങ ഉണ്ട്. റോഷനെ ഞാൻ അതാ പേരൻ്റെ സൈഡിൽ. ഹലോ നൂറം ചെന്നോക്കാം ഉണ്ടോക്ക് പുറത്ത്. അപ്പോൾ ഇതാ നല്ല സൺസെറ്റുകൾ ഉള്ളൊരു സ്ഥലമാണ് നമ്മൾ നോക്കി വെച്ചിരിക്കുന്നത്. 0.5 ഇട്ടോക്ക്. സൺസെറ്റ് ഒക്കെ വന്ന് നല്ല ഈ മാവുമ്മൽ നോക്കിയാൽ നാടൻ മാങ്ങ, സപ്പോട്ട, തെങ്ങ്, ചക്ക എല്ലാം ഉണ്ട്. കവുങ്ങ്, അടക്ക, എല്ലാ പരിപാടിയും കാണുന്നുണ്ട്. സംസുക്കൊക്കെ ജട്ടിട്ട് വന്നാ തുറക്കാൻ പറ്റുമോ റോഷ? ഈ തുറക്കോ? സംസുക്കൊക്കെ ഇലക്ഷൻ നിൽക്കണ്ടോ? ഏതാ സ്റ്റൈല്? ഞാൻ നേരെ അങ്ങോട്ട് പോന്ന് മുട്ടിട്ട് കഴിഞ്ഞിട്ട് അവിടെ പോയിനോ? അതെന്തായി പണി? അതിലൊന്ന് വരണം. ആ പോകുമ്പോ കയറാൻ ടൈം കൊണ്ട്. ഹായ്. അപ്പം തന്നെ നമ്മള് ഉള്ളൊന്ന് കണ്ടോക്കട്ടെ, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പൊ നൂറ എങ്ങനെയുണ്ട് നമ്മള് കണ്ടിട്ട് വീട്? രസണ്ടാ? ഇഷ്ടപ്പെട്ടാ?
അപ്പൊ അവിടേക്ക് നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ നോക്കാം? എനിക്ക് ഡെയിലി ഒരു ടാക്സി വിട്ടരാ. 3 മാസത്തിന് നമ്മള് മാറണ വീടേ. വെക്കേഷൻ എന്താ അതിന് ഡെയിലി വണ്ടി വിടും ഞാൻ രാവിലെ. എന്നൊക്കെ എണ്ണ അടിച്ചു കൊടുക്കും. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ചാർജും കൊടുക്കും. എന്നൊക്കെ ഡെയിലി 100 റുപ്യ വരും ഡെയിലി. വേണമെന്നുണ്ടെങ്കിൽ അവള് വന്നോട്ടെ സ്കൂട്ടിമേ. സ്കൂട്ടി ഓടണ്ടാ, ഓളോട്ടൂലേ? ഓളോട് ഓട്ടിച്ച് ഇങ്ങോട്ട് ആക്കി തരാൻ പറഞ്ഞാ പോരെ? എന്നു തന്നെ എടുത്താ പോരെ? ഡെയിലി രാവിലെ ഒരു ട്രിപ്പ് തന്നെ എടുക്കാൻ പോവാ, കുറച്ച് ദൂരം ഉണ്ടെങ്കിലും. അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് വീടും കാര്യങ്ങളൊക്കെ കണ്ടു. അസോറ് എന്താ പറയാനുള്ളത്? നമ്മള് മാറുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച്. വീട് മാറുകയാണെങ്കില് വീട് മാറുന്ന സിറ്റുവേഷൻ വളരെ നല്ല തീരുമാനം. എന്താ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഓന്റെ തിരക്കുകള് കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കില് അനാനൊരിക്കലും വീട് പണിന്റെ പിന്നാലെ നടക്കാന് കയ്യിലുണ്ടാവൂല അല്ലേ? അതിന്റെ ഇടയിൽ നിൽക്കാൻ കഴിയൂല. അപ്പൊ ഓപ്പർച്യൂണിറ്റി അങ്ങനത്തെ സംഭവം എന്റെ മനസ്സിൽ വന്നത് തന്നെ വലിയ ഹയർ. അപ്പൊ അത് വേഗം ചെയ്യാം. കാരണം നാളേക്കൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാല് നമുക്ക് വലിയ പരിപാടികളൊക്കെയാണ് വരാനുള്ളത്. അപ്പൊ അതിലേക്കൊക്കെ ആകുമ്പോ വീട് വേഗം വൃത്തിയാക്കി ലെവലാക്കാന്നൊക്കെ പറഞ്ഞത് അല്ലേ കൂറ? വലിയ പരിപാടികളാണ് നമുക്ക് വരാനുള്ളത്. അപ്പൊ അതിനൊക്കെ കൂറ ഇപ്പോഴേ പ്രിപ്പയർഡ് ആണ്. 2 സ്റ്റെപ്പ് ആണ് എടുത്ത ഡാൻസിന്റെ. ഈ കാറെന്തോ ഞാൻ എങ്ങനെ കളിക്കും ഈ കാറ്? ശനിവറ ഡാൻസ് പഠിച്ചോ? ടൈം അയക്കണ, ഡാൻസ് കളിക്കാനുള്ള ടൈം അയക്കണ്. നമ്മള് മാർക്കോൻ എന്ത് ചെയ്യും അങ്ങോട്ട് മാറുമ്പോ? അതപ്പം മാർക്കൊക്കെ നമുക്ക് കൂടെടുത്ത് കൊണ്ടുപോവാ. പക്ഷെ കൂടെ അത്ര ഈസി അല്ലേ പറയണ പോലെ? എടാ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പിക്കപ്പ് മറ്റേ സാധനം മറ്റേതുണ്ടല്ലോടാ, നായിക്കുറുക്കം മരുത്ത വണ്ടി, അത് ബുക്ക് ചെയ്യാ ചെറിയ പൈസ ആവുള്ളൂ. പക്ഷെ എന്നാലും ഞാൻ എന്താ വെച്ചാൽ മാർക്കൊക്കെ ഇറങ്ങി നടക്കാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ കിട്ടിക്കഴിഞ്ഞാല് അത് ട്രെയിൻ അത് ഉസാറായിട്ട് നടന്നോളൂ. പോലീസ് ഓടിയ സീൻ ഓടിയാലേ നമുക്ക് ട്രിപ്പ് പോകുമ്പോടാ ആരേലും മിക്കവാറും കൂട്ടുന്നത് പൊട്ടിക്കോളും. ബാസിലെ കുടിച്ചുപോടാ. അപ്പൊ നമ്മള് ദുരന്തം നൂറ ദുരന്തം സിനിമ നടനറിയോ? ഒന്ന് ഗസ് ചെയ്യ ആരാണ്? ദുരന്തം സിനിമയില് ആ ഒരു പേര് കേൾക്കുമ്പോ എനിക്ക് ഏത് നടനെ ആദ്യം ഓർമ്മ വരുന്നത്? ദുരന്തല്ലോ, ദുരന്തർ എന്നാണ്. ദുരന്തറിന്റെ ഫേവറേറ്റ് മൂവിയാണ് മാസ്. അപ്പൊ ആസിഫ് അലി ദുരന്തറിലാ ഇഷാമങ്ങാടിപ്പുറം. ഇഷാമങ്ങാടിപ്പുറം ഒരു സിംഗർ അല്ലേ? അല്ലേ? അല്ലേ അങ്ങനെ സിംഗർ അല്ലേ? എന്റെ പേരെന്താ ശരിക്കും? ഇഷാം കണ്ണമംഗലം. ഹിഷാം കണ്ണറമ്പത്ത് ഹിഷാം കെ ഹിഷാം. കണ്ണറമ്പത്ത് ഹിഷാം നമ്മളെ കൂടെ ഉണ്ട് ക്യാമറ. അപ്പൊ നമ്മളെ റീൽസ് ഒക്കെ ചെയ്യണേ കണ്ണറമ്പത്ത് ഹിഷാമാണ് കേട്ടോ. ഏത് നേരത്താണ് പാസ്പോർട്ട് അയക്കാൻ തോന്നിയത്? ഏത് നേരത്താണ് ട്രിപ്പ്? എന്റെ പേരിലുണ്ട്, പാസ്പോർട്ടിൽ എന്തല്ലാത്ത കേരള വേഗം. ഹിഷാം കണ്ണറമ്പത്ത് സിനിമക്കുണ്ടേ. ആരാ മറ്റേ മമ്മൂക്ക പോലത്തെ ആള് മറ്റേ പടത്തിലെ ഹായ് സലാം. എന്താ വിശേഷം? എപ്പെത്തി? നമ്മളിപ്പടുത്തെ മനസ്സിലായി. നമ്മളെന്തിന് പ്ലാസ്റ്റർ ഓഫ് പാരീസ് അത് ചെയ്യണേ? പുതിയ കോസ്റ്റ്യൂം ഇല്ല അന്ന് വരും. ഇല്ലേ ഞാൻ രാത്രി വരും. 90% ആയോ? അല്ല ഞാൻ കുറച്ചായി വന്നിട്ട്. ഞാൻ രാത്രി എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യാം. പോയാ ഓക്കെ പോയിട്ട് ബൈ ബൈ. ഹംസൊക്കെ പോരാ കേട്ടോ. ഇമ്മച്ചിനോട് കാര്യങ്ങളൊന്നും പറയും കേട്ടോ. ബാസിലെ Ladies and gentlemen, you are not ready for this. Afia
പറയേ എന്താ പറയാളേ? അങ്ങനെ ഒരു പാട്ടുണ്ട്, ആ പാട്ടിനാണ് കാത്തിക്കണേ. അതിന് മറ്റേതുണ്ടോ, എന്ത് ചെറിയ പെണ്ണിന്റെ റെട്രോ ബീജമിന്റെ ഇടയ്ക്ക് ഇംഗ്ലീഷ് കണ്ടോ? അപ്പൊ അസറ് എത്തി. നൂറാന്റെ പച്ചാ പോണ് കൊച്ചാപ്പ. പേടിണ്ട് പേടിണ്ട് കരുതിക്കറായി മോന വേജാവുങ്ക ഇഷ്ക് ചേരിയ ജി മാംഗി मैं एक दरिहानी भेजाऊंगा इश्क दे लिया भेजाऊंगा एक दरिहानी भेजाऊंगा दादी दिल परदेसी दोहनी एक दरिहानिया भेजाऊंगा. അത് നമ്മളെ റമദാൻ സ്റ്റാർസ് ആണ് പോണേട്ടോ. റമദാനിൽ പെല്ലത്തി സ്റ്റാർസ് ഒക്കെ തടിച്ചു. ഇപ്പൊ ഫുള്ള് ലൈഫൊക്കെ മാറി, വയറൊക്കെ കൂടി, അതായത് ഫുള്ള് ഫുഡിങ് ആണ് ഇപ്പൊ ഫുള്ള് പരിപാടി തോന്നുന്നുണ്ടോ. എല്ലാരും കുറച്ച് തടിച്ചിങ്ങനെ കുട്ടികളൊക്കെ ഒന്ന് തടിച്ചു കൊഴുത്തു. പോട്ടെട്ടോ, മറ്റോളെടുത്തു. ഹായ്, റോഡ് ക്രോസ് ചെയ്യണ്ട മേ. ഹായ് 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 ഹായ്, പോയിട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണണം. ഒരു പരിപാടിന്റെ വിളിക്കണ്ട. അസ്സലാം വലൈക്കും സ്സലാം. ഇല്ലില്ല, നമ്മളാൾക്കാർ തന്നെ. എന്താ ഭാഷ ഒരു ദുരന്തർ കാണാൻ പോകുമ്പോ ഉള്ള എന്റെ എന്താ സീറ്റില്ല? പിന്നെ എവിടെയുള്ളേ? മുന്നിൽ പറഞ്ഞ എത്ര മുന്നില്? തൊട്ട് മുന്നിലുണ്ടാ? ആ, ഒരാള് തൊട്ട് മുന്നിലിരുന്നാ പോരെ? തൊട്ട് മുന്നിൽ ഫസ്റ്റ് കാണാലോ ദുരന്തര്. എന്ത് ചെയ്തു, തിയേറ്ററിൽ നിന്ന് പെട്ടെന്ന് കണ്ടിറങ്ങാൻ വേണ്ടിട്ട് മുന്നത്തെ സീറ്റ് ബുക്ക് ചെയ്തു. അതാകുമ്പോ ആദ്യം കാണാലോ. അജിയോതില്ല, എല്ലാരും പോയില്ലേ ആദ്യം? ഇപ്പൊ നമ്മളെ കൂട്ടത്തിലുള്ളവരൊക്കെ ചതിയന്മാരാണ്. നമ്മളെ കൂട്ടാതെ പരിപാടിക്ക് പോവാ, നമ്മളെ കൂട്ടാതെ സിനിമക്ക് പോവാ. നമ്മളൊരു സംഭവത്തിന് പോലും ഒന്നും കൂട്ടണില്ല. നമ്മളിങ്ങനെ പാവങ്ങൾ, ഞങ്ങള് ഈ ടീമിനുള്ളൂ. ഇപ്പൊ ഞാന്, ബാസില്, അഫി, ഈ നൂറൊക്കെ ഉള്ളു. ഇപ്പം വേറെ ആരും ഇപ്പൊ നമ്മളെ പറ്റില്ല അല്ലേ നൂറ? അത്രേ ഉള്ളൂ. ഏതാ അതുപോലെ 1ഉം 2ഉം ഒപ്പം ഷൂട്ട് ചെയ്ത തേർഡും ഉണ്ടാ? ഇത് കഴിയണില്ല. അല്ല അപ്പം 1ഉം 2ഉം 3 വീട് എങ്ങനെയുണ്ട് ആഫി? ആ വീട് രസമുണ്ട് ഞാൻ പറയുമ്പോ. तानी दिल परदेसी दो मैंने इकरामो बाबे जाऊंगा. ആ സേലം മാങ്ങിണ്ട്, നാടൻ മാങ്ങിണ്ട്, രണ്ട് മാങ്ങളുണ്ട്. ഞാൻ അവരോട് പ്രത്യേകം ചോദിച്ചു ഇക്ക മാങ്ങ പറിക്കാൻ പറ്റുമോ ചോദിച്ചു. ഓ അതിനെന്താ മൂപ്പര്. ആ ഞാൻ കരുതി നമ്മള് റെന്റിന് നിൽക്കുമ്പോ മാങ്ങ പറിച്ചാൻ പറ്റില്ല. ആ തേങ്ങ ഉണ്ട്, ചക്ക ഉണ്ട്, ഓർക്കാപ്പുളി ഉണ്ടാ? പ്രകൃതി രമണിയാണ് വീട്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ വീട് മാറൽ ചടങ്ങുകൾ ഏകദേശം പുരോഗമിക്കുകയായി. ഇപ്പം ഇപ്പച്ചിയും കൂടി വന്ന് ഗൃഹനാഥനും ഒന്ന് കൺഫേം അടിച്ചു കഴിഞ്ഞാൽ അതൊരു കൺഫേം ഡീലാണ്. ഞങ്ങൾ മിക്കവാറും വീട്ടിൽ നിന്ന് ഒരു 3-4 മാസത്തേക്ക് മാറി നിൽക്കാൻ പോവുകയാണ് ഇൻഷാ അള്ളാ. പക്ഷേ നമ്മുടെ യൂട്യൂബ് ചാനലിനെ ബാധിക്കാത്ത രീതിയിൽ അല്ലേ, നമ്മള് വീടിന്റെ ഒരു 10-17 കിലോമീറ്റർ 18 കിലോമീറ്റർ അപ്പുറത്തേക്കാണ് മാറാൻ പോകുന്നത്. പക്ഷെ എന്നാലും നമുക്ക് ഇടക്ക് വീട്ടിലേക്ക് വരാം അല്ലേ? അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. അപ്പൊ എന്തായാലും നോക്കി നോക്കാം. പക്ഷെ മാറല് കാണിക്കാനും മാറ്റം കാണിക്കാനും നമ്മളിവിടെ ഉണ്ടാവില്ല. വന്ന് കയറാനേ നമ്മൾ ഉണ്ടാവുള്ളൂ അല്ലേ ബാസിലെ? നമുക്ക് പലയിടങ്ങളിലും പോവാനുണ്ട്. ആ മുത്തേ, ഇന്ന് രാത്രി പോണ. ഇന്നലെ മൂവാറ്റുപുഴയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, ഇന്ന് മൂവാറ്റുപുഴയ്ക്ക് തന്നെ പോകും, നാളെ മൂവാറ്റുപുഴയിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ വരും, പിന്നെ നമ്മൾ പിന്നെയും പോകുന്നു. അങ്ങനെ 3 ദിവസം കൊച്ചി പോയി തിരിച്ചു വന്നു. ഇന്നെ പോലെ ഒരു അൾട്ടിമേറ്റ് പൊട്ടൻ ലോകത്തെ എവിടെ ഉണ്ടാവില്ല. പക്ഷെ എന്താ വെച്ചാൽ വ്ളോഗ് എടുക്കണല്ലോ എന്ന്. ഇതെന്താ കിശിരങ്ങാടിത്തെ പോലെ? ശരിയും ചോക്കടക്ക് അതേപോലെ കേട്ടോ. ചോക്കടങ്ങാടി അങ്ങനെയാണ്. അതിന്റെ അടിയിൽ ഫുൾ കമന്റ് ചോക്കടങ്ങാടിക്ക് വരണങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അല്ല തന്നെയാണ്, അതിനാണ് ഞാൻ വന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ സുഹൃത്തുക്കളെ, ഞാന് മൂവാറ്റുപുഴ എനിക്ക് ഇന്നലെ വേണമെങ്കിൽ നിൽക്കാനു.
മൂവാറ്റുപുഴ നിൽക്കാതെ വീട്ടിൽ വന്നു വെച്ചാൽ ഒരു വ്ളോഗിന്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതെ എനിക്ക് എടുക്കാൻ പറ്റുമല്ലോ കരുതിയിട്ടാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണത് അല്ലേ അസറോ? ആ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് നമ്മളിത്. ആ നമുക്ക് ഇതിന് ഒരു ലാഭമല്ല. നിങ്ങൾക്ക് വേണമല്ലോ, നിങ്ങൾക്ക് വ്ളോഗ് ഇടണല്ലോ കരുതിയിട്ടാണ് വിളിക്കുന്നത്. രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. നിങ്ങൾ അതുകൊണ്ട് ഈ ഒരു വ്ളോഗ് മാക്സിമം ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഭാഗ്യം എവിടുന്നാണ് ഭാഗ്യം ഏത് ലൈക്ക് വരും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും പോയി വരാ. പണ്ട് രൂപത്തില് ഞാനിപ്പോ ഈ പെരപ്പണി ചെയ്യണത് ആ പ്രോഗ്രാം ഫംഗ്ഷൻ നമുക്ക് പറയണ്ട, പക്ഷേ എന്താണ് ഫംഗ്ഷൻ അതിപ്പോ നമ്മളൊന്നും പറയണ്ട. ആ പണി നടക്കണ കാണിച്ചു കൊടുത്തിട്ട് കാണികൾ തന്നെ പറയാം. അതായത് അടുക്കള പണി എടുക്കണ്ട്, മെയിൻ ആയിട്ട് അടുക്കള നീളം ബെഡ്റൂം ഓൾറെഡി പണി കഴിഞ്ഞത് പിന്നെ പണി എന്തിന്റെ ബെഡ്റൂം പണി എടുക്കുന്നില്ല. ഇന്റെ ബെഡ്റൂം പണി എടുക്കണില്ല. ബാത്റൂമിന്റെ പണി അടക്കുക, അടുക്കള മോഡേൺ കിച്ചൺ ആക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വേറെ. പുതിയ ബേക്കറി ഒന്നാ ടോപ്പിക് മാറ്റി, അത് ശ്രദ്ധിച്ച് കുറച്ച് തേങ്ങാവളം വാങ്ങോ? അതിനെനിക്ക് സിനിമക്ക് എത്തിയാ പോരെ, ഞാൻ എത്തിച്ചാ പോരെ. ഒരു 2 തേങ്ങാവളം വാങ്ങിക്കാം. ന്യൂസ് ഇട്ടിരിക്കണേ ഇതില് പറയാൻ പറ്റിയതാണ് പറഞ്ഞാൽ മതി. പറയല്ലേ പറയല്ലേ ഒന്നും പറയല്ലേ. എന്റെ ഒപ്പം പഠിച്ച ടീച്ചർമാരായ അത് നമുക്കൊരു ഷവായ ഫുള്ള് ഞാൻ ഒപ്പം പഠിച്ചോലേ ടീച്ചർമാരായപ്പം. അഫിയെ മൊലാളി സീറ്റ് പടല്ല, വേക്കലിന് കറിക്കോ. എടാ ഈ ടീഷർട്ട് ഉണ്ടതല്ലേ? താലമാണ്ടൊക്കെ ഞാൻ കുത്തും. ഇന്റെ കറുപ്പ് അവിടെ കറുപ്പിന്റെ അടുത്തില്ല, ഞാൻ ഇട്ടിട്ടില്ല ഇൻലേസ് ഒന്നും. അത് അന്നേരം ഊരിക്കണേ വൈകുന്നേരം. അന്റെ ഏതാളെ പിന്നെ എന്റെ ഏതാളെ എടുത്തില്ല തന്നെ ഉള്ളൂ. കേട്ടിരുന്നേ ഷോർട്സ് ഇട്ടാണ് 4 പൈസ ഉണ്ടാക്കാനേ. ഫുൾ ദുരന്തത്തെ സീനുകൾ റീച്ച് ഇട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാണ്, ദുരന്തത്തെ സീനുകൾ മൊത്തം ഷോർട്സ് ഇടാൻ പോണി യൂട്യൂബില്. ചെറിയ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചില്ലറ ചെലവുകൾ കഴിഞ്ഞു പോവാന്. ജയ് അഫിനോട് നല്ല സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞു. സീറോ അസറോന് 0 പെപ്സി. വലിയ ഡയറി മിൽക്ക് പിന്നെ വിട്ട് കളിയില്ല. അല്ല എനിക്കല്ല നൂറക്കാ ചെവി പറഞ്ഞില്ല. അല്ല ഇത് വാങ്ങി എനിക്ക് തിന്നാ, ഞാൻ തിന്നില്ലാന്ന് അറിയുന്നു. മധുരേഷ് ഹിഷാം കണ്ണമംഗലം മധുരങ്ങാടി. പേര് കെൻസില്ലപ്പോ ഹിഷാം കണ്ണമംഗലം. ആധാർ കാർഡ് അടിച്ചരാ. കണ്ണമംഗലത്ത് ഹിഷാമ്, കണ്ണമംഗലം ഹിഷാം, കണ്ണമംഗലം. കണ്ണമംഗലല്ല കണ്ണാറമ്പത്ത്, അതിനി മാറിക്കല്ലേ. ഹിഷാം കണ്ണമംഗലത്തിന്റെ കൂടെയാണ് നമ്മളുള്ള കേട്ടോ. ദാ ഹിഷാം കണ്ണമംഗലം നമ്മളെ കൂടെ ഉണ്ട്. അതുകൊണ്ടൊന്നും കാര്യമില്ല, എന്റെ പാൻ കാർഡ് എടുക്ക്, പാൻ കാർഡ് എടുക്ക്. സുഹൃത്തുക്കളെ ആഫി സാധനം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ നൂറ മേത്തട്ടിയോ? ആ ഓക്കെ, ഞാൻ ഒന്നിച്ച പോലെ എനിക്ക് തോന്നി. അപ്പൊ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് ദുരന്തറിനെ കാണാൻ വന്നാണ് കേട്ടോ. ഞാൻ അഫിയാണ് ദുരന്തർ ഫാൻ, മെയിൻ ദുരന്തർ ഫാൻ. എല്ലാ പാട്ടുകളും ഡയലോഗുകളും വിഷ്വലുകളും എല്ലാം കാണാൻ പടം പഠിച്ചു. ഇംഗ്ലീഷ് ഭാഷ മാറ്റണം പറഞ്ഞോടെ. എങ്ങനെയാണ് ടിഷ്യൂ ഉണ്ടോന്ന് എങ്ങനെയാണ് ഇന്ത്യൻ ഭാഷയിൽ ചോദിക്കാം?
തായ്ലൻഡ് ഭാഷയിൽ എങ്ങനെ ചോദിക്കാം? അങ്ങനല്ല, ടിഷ്യൂ ഹാവ് നോ ഹാവ്. ടിഷ്യൂ ഉണ്ടോ? അങ്ങനെയാണ്. അതാണ് ടിഷ്യൂ ഹാവ് നോ ഹാവ്. ടിഷ്യൂ ഹാവ് ടിഷ്യൂ ഉണ്ടോ ഇല്ലയോ? ഇംഗ്ലീഷ് നമുക്ക് അവിടെ അറിയരുത്. ഇംഗ്ലീഷ് ടോപ്പ് ആയിട്ട് ഓക്കെ 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 സ്ലാങ് നാളെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാം. എനിക്ക് മസാജ് വേണ്ട. നീഡ് മസാജ് ഹാവ് നോ ഹാവ്. അപ്പൊ നമ്മളെ സുഹൃത്തുക്കളെ ദുരന്തറിന് രാവിലെയാണ് കയറാൻ പോകണ്ട. നിങ്ങൾക്ക് സമയം കാണാൻ പറ്റും. രാവിലെയാണ് ദുരന്തറിന് കാണാൻ. എപ്പോഴാണ് ദുരന്തർ കഴിയാൻ നമുക്കറിയില്ല. എന്തായാലും വലിയൊരു സിനിമയാണ് ദുരന്തർ. കുറച്ച് ടൈം എടുക്കും എന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് കയറി നോക്കിയിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. അപ്പൊ സുഹൃത്തുക്കളെ അത് പറയലിട്ടോ. അപ്പം നമ്മൾ ദുരന്തർ കണ്ടു കഴിഞ്ഞു. രാവിലെ കയറിയതാണ്. രാത്രിയായി പടം കഴിയാന്. ബാസിൽ 10:15 6 മണിക്ക് കയറിയാണ്. എങ്ങനെ ഉണ്ടായി പടം ബാസിലെ? കത്തിപ്പടോ? ആ കത്തി കയറി. എങ്ങനെ അസുറോ? ദുരന്തർ 1 കാണാതെ ദുരന്തർ 2 കാണാൻ വന്നുണ്ട്. അസുറാണോ? ഞാൻ ദുരന്തർ 1 ഉം 2 ഒക്കെ കണ്ടു. ആ ഓക്കെ. 1 മിഞ്ഞാന്ന് കണ്ടു. ആ ഭാഗ്യം. അല്ലെ 2 കണ്ടിനി അത് എന്നിട്ട് 1ക്ക് വേണ്ടിണ്ടോ? അപ്പൊ അഫി ത്രില്ലടിച്ച് കണ്ട പടാണ്. റിനാന് എല്ലാവരും ത്രില്ലടിച്ചാണ് സിനിമ. എങ്ങനെയുണ്ട് അഫിയെ? ഒരു രക്ഷയില്ല. അതെ, നമ്മള് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളുടെ സിനിമയാണ്. എന്നാ പ്രതീക്ഷന്റെ മുകളിൽ പോണ സിനിമയാണ്. സലീംകുമാർ പണ്ട് പറഞ്ഞ ടേസ്റ്റ് അങ്ങനത്തെ പടം ഉണ്ടോ? അപ്പൊ എല്ലാരും പോയി കണ്ടോക്കി. എന്തായാലും പെരയിൽ പോയിട്ട് പോകുമ്പോ അന്ന് വേറെ പരിപാടികളൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഇത് കയ്യേണ്ടത് എത്രങ്ങനെ വിശന്ന് ഫ്ലൈറ്റിൽ എങ്ങനെ. അപ്പൊ പോണല്ലോ പേര് ഇത് കൊണ്ട് പോവാ. ഹെഡ് റെസ്റ്റ് ഒക്കെ എടുത്ത് പോവാ. നെക്ക് പില്ലോ എടുത്ത് പോവാ. ഇല്ല, മാർക്കും തന്നിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് പടം. എല്ലാവരും പോയോക്കട്ടെ. അപ്പൊ എന്തായാലും നമ്മള് വീട്ടിൽ പോയിട്ട് ബാക്കി വിഷയങ്ങൾ കാണാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മളങ്ങനെ സിനിമയൊക്കെ കണ്ട് നമ്മളിന്ന് ഇവിടെ എത്തി. മൂവാറ്റുപുഴ എത്തി. അതായത് മിഞ്ഞാന്ന് ഇതിലാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പം അതേപോലെ തന്നെ your phone ringing. Big boy, kabang kabang, come pick up your phone. Your phone ringing. Big boy, come pick up your phone. Your phone ringing. Your phone ringing. അപ്പം നമ്മൾ മൂവാറ്റുപുഴ എത്തിയിട്ട. മൂവാറ്റുപുഴയിൽ നിന്നാണ് അതൊന്ന് പോസ്റ്റ് വെച്ചോ. അപ്പോൾ നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്നാണ് മിഞ്ഞാന്ന് ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് തിരിച്ചു പോയത്. അങ്ങനെ വീണ്ടും ഇവിടെ തന്നെ വണ്ടി ഓടിച്ചു വന്നു. ഇനി തിരിച്ച് വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു പോകണം. സത്യം പറഞ്ഞാൽ ഈ ഒരു വ്ളോഗ് ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോയതിന് ഒരേ റീസൺ ഈ ഒരു വ്ളോഗ് എടുക്കാനായിട്ട്. ഈ ഒരു വ്ളോഗ് എടുക്കാനാണ് ഞാൻ 150 എത്ര കിലോമീറ്റർ ഉണ്ടാവും? 150 300 ജെ സ്കൂളിലാ 360 180. അപ്പൊ ലൈഫാണ് SBK ലൈഫ്. ദുൽഖറിന്റെ ക്യാമറമാനും സ്റ്റൈല് കോസ്റ്റ്യൂം കേട്ടോ. കോസ്റ്റ്യൂമാണ് SBK എപ്പോഴും കൊണ്ടുപോയത്. അപ്പൊ ക്രിസ്മസിന് മേടിച്ചാട്ടോ മേരി ഫിഷ്മസ്. അത് ഇംഗ്ലീഷ് വായിച്ചാലത്തോണ്ട് നോക്കാതെ വാങ്ങിട്ടോ. എന്നാ മൂഡ് കാണിച്ചു കൊടുക്കേ. ആ മൂഡ് എവിടെ സൂം ചെയ്യല്ലോ, ഇവിടെ സൂം ചെയ്തോ. മേരി ഫിഷ്മസ് എന്നുള്ള ട്രൗസറാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈച്ചു തിരിച്ചു വന്നിട്ടുണ്ട്. ഈച്ചും KP ആണ് ഷൂട്ടിൽ പെടാതെ പോയ 2 ആൾക്കാർ കേട്ടോ. ഒന്ന് KP സ്വന്തം വീടിന്റെ ഉദ്ഘാടന പരിപാടികളിൽ ആയിരുന്നു KP. അതുപോലെ തന്നെ ഉദ്ഘാടനം ഞാൻ കണ്ടില്ലല്ലോ. അപ്പൊ KPന്റെ വീട് ഉദ്ഘാടനം ചെയ്യാനുണ്ട്. അപ്പം KPനോട് പറഞ്ഞാൽ നമുക്ക് സെറ്റാക്കാം. കാരണം ഞാൻ എൻ്റെ പെരേക്ക് എത്തണില്ല. എങ്ങനെ ആയാലും 7 ദിവസം പോയിട്ടും പെരേക്ക് എത്താൻ പറ്റണില്ല. രാത്രിക്കാണ് പെരേക്കുന്നത്. രാത്രി പിന്നെ 2 മണിക്ക് ഉദ്ഘാടനം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതും പറ്റണില്ല. അപ്പം ഈച്ചു എന്ത് ചെയ്തു, ഷൂട്ടിന് വലിയ ആളായി വന്നു. ആദ്യത്തെ സീനിൽ അഭിനയിച്ചു. തലറിങ്ങി വീണ് പനിച്ച് സൈഡായി പറഞ്ഞാൽ സൈഡായി പോയി. ആകെ പടായി പോയി. അങ്ങനെയാണ് ഈച്ചു വന്നത്. അപ്പം നമ്മൾ മെൻഡർ കോളേജിലാണ് പരിപാടിക്ക് വന്നിട്ടുള്ളത്. മൂവാറ്റുപുഴ ഉള്ള നമ്മളൊരു ഇടവേളയ്ക്ക് ശേഷം ഇവൻറ്റ്സൊക്കെ കിടക്കാൻ പോവാണ്. സോ വി ആർ സോ ഹാപ്പി ടു ബി ബാക്ക് ഇൻ ദ സീൻ. അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്നത്തെയും പോലെയല്ല. ഇതാ 1 ഒന്നല്ല 2 2 3 4 സാധനം കണ്ടോളി. 4 iPhone 17 Pro. ഇതാ 1 2 3 4 4 5 മതി കേട്ടോ. ഇന്റെ തലമുറമൊക്കെ ഉണ്ടാവും ആൾക്കാർ. അപ്പൊ നമ്മളിപ്പോ അടുത്ത് ഖുറാനിന്റെ ഗിവ് കഴിഞ്ഞപ്പോൾ ഇതിന്റെ വിന്നേഴ്സ് സെലക്ട് ചെയ്തു. 1 കണ്ണൂരുള്ള ആളാണ്. 2 എനിക്ക് തോന്നുന്നു
മലപ്പുറം സൈഡിലുള്ള ഒരാളാണ്, 3 വേറെ ഏതോ ഒരു നാട്ടിലുള്ള ആളും കൂടെ ഉണ്ട്. അതിൽ 2 പേര് ഗൾഫിലാണ്, ഒരാളാണ് നാട്ടിലുള്ളത്. അപ്പം ഗൾഫിലുള്ള ആൾ ഇവിടെ വന്നിട്ട് വാങ്ങും. അല്ലാത്ത ഒരാളത് നമ്മൾ 12-ന് തളിപ്പറമ്പ് വരുന്നുണ്ട് ഈ മാസം. അപ്പം അന്ന് നമ്മൾ കണ്ണൂരുള്ള വിന്നറിന് നമ്മൾ അന്ന് സമ്മാനം കൊടുക്കും. അപ്പം ഇത് പുതിയ ആൾക്കാർക്കുള്ള സമ്മാനമാണ്. ഏറ്റവും പുതുതായി നടക്കാൻ നമ്മളെ പേജിൽ ലാസ്റ്റ് നടക്കാൻ പോണ ഗിവ് അവേൻ്റെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പങ്കെടുത്ത് നോക്കുക. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കഷ്ടപ്പെടുത്തുന്നില്ല കേട്ടോ ആരും. ഈ ഗിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു. കഴിഞ്ഞ ഗിവേയിൽ 18 മില്യൺ കമൻറ്റാണ്. അപ്പോൾ ബേസിക്കലി ആൾക്കാർ രാത്രിയും പകലും ഇല്ലാണ്ട് കമൻറ്റ് ചെയ്തിട്ട് മെൻ്റലി ഇതിക്ക് നല്ല ആവണം. അതായത് മാനസികമായി ഇത് കിട്ടണം എന്നുള്ള മൈൻഡ് സെറ്റ് പോയിട്ട് ഇത് കിട്ടാതാവണം. അപ്പം എനിക്കെന്നെ സങ്കടമാവാം. അതായതില്ലേ അപ്പം ഗിവ് അവേ വിന്നേഴ്സിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെക്കാട്ടും സങ്കടം എനിക്കാണ്. കാരണം എനിക്കിതൊന്നും കിട്ടാൻ പോണില്ല. പക്ഷെ എന്നാലും വേറെ ആൾക്ക് കൊടുത്തിട്ടും ബാക്കിയുള്ള സങ്കടം പറയാം. ഞങ്ങൾ രാത്രി രാവിലെ വരെ കമൻറ്റ് ഇട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താക്കി, ഇപ്രാവശ്യത്തെ റോള് സിംഗിൾ കമൻറ്റ്, ഒറ്റ ലവ് എമോജി കമൻറ്റ് ചെയ്യുക. റിസ്ക് കഴിഞ്ഞു. 2 പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സിംഗിൾ ലവ് എമോജി. അപ്പോൾ എന്തില്ല, ഒക്കെ ഒരു 10 സെക്കൻഡിലുള്ള പരിപാടികളാക്കി കൊടുത്തു. അപ്പം മെൻ്റലി ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ ആവില്ല. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്നുള്ള മൂഡിലാവും. അപ്പോൾ എന്തായാലും കിട്ടിയാൽ കിട്ടാൻ പോകുന്നത് 4 ലക്ഷം രൂപയും 4 ഐഫോണുകളും ഉണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മുടെ സ്പോൺസറിൻ്റെ പേജും നമ്മളെ പേജും ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുക. അപ്പോൾ എന്തായാലും ആൽബം ഷൂട്ട് ചെയ്ത് അത് അത്രയും സൂപ്പറാക്കി തന്നത് SBK ആണ്. ഏപ്രിൽ 3 റിലീസാകുമ്പോൾ നമ്മളെ കൂട്ടിൻ്റെ അന്തർധാര സജീവമാക്കി തന്നത് SBK ഷുഹൈബാണ്. SBK ഷുഹൈബ്, എത്രത്തോളം നിങ്ങൾ ഈ വർക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു? I'm so excited. What is the main excitement point about this work? എല്ലാവരും ഉള്ളൊരു വർക്ക് അത് എപ്പോഴും രസമാണ്. നമ്മൾ എപ്പോഴും ട്രിപ്പ് പോകുന്നു, അത് നമ്മൾ ക്യാപ്ചർ ചെയ്തു, അത്രേ ഉള്ളൂ. അതിൽ ചെറിയൊരു കുഞ്ഞു കഥ ആഡ് ചെയ്തു. കഥ കൊണ്ടുവന്നു, ഒരു സ്റ്റോറി. അപ്പോൾ എന്താ സ്റ്റോറി എന്ന് അറിയാൻ വേണ്ടിയിട്ട് 3-ാം തീയതി എല്ലാവരും കാണുക. അപ്പോഴേ എന്ത് മനസ്സിലാവുള്ളൂ, എന്താണ് ആ കഥ എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ എനിക്ക് അതന്നെയാണ് എല്ലാവരോടും പറയാനുള്ളത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പം ഇന്നത്തെ വ്ളോഗ്, ഈ ഒരു വ്ളോഗ്, എളിയ വ്ളോഗ് ഇടാൻ കുറച്ച് ലേറ്റായി എങ്കിലും ഈ ഒരു വ്ളോഗ് കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ്. അപ്പം നാളെ മുതൽ കളി മാറും, സീൻ മാറും, ലെവൽ മാറും, പരിപാടികൾ മാറും. ഇൻഷാ അല്ലാഹ് എല്ലാം പടച്ചോ വിധിച്ച പോലെ നടക്കണമെന്നുണ്ടെങ്കിൽ നാളെ മുതൽ ചിറിച്ച് പടാവാൻ എന്താവണീച്ചോ വ്ളോഗ് കണ്ടാൽ മതി. ചിറിച്ച് പടാവാൻ നാളെ മുതൽ വ്ളോഗ് കണ്ടാൽ മതി. നമ്മളൊരു സ്ഥലം വരെ പോവാണ് ഞങ്ങളെല്ലാവരും. Your phone ringing. Please pick up your phone. Come, chocolate boy. Come on. Kabang. Kapung ka. അപ്പം സുഹൃത്തുക്കളെ എല്ലാവരും വ്ളോഗ് മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുക. അടിപൊളിയാവാൻ പോവാണ്, കാര്യങ്ങൾ മാറാൻ പോവാണ്, റേഞ്ച് മാറാൻ പോവാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഐ ലവ് യു ഓൾ. ബൈ.